പ്രൈസ് ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവേ, നമ്മുടെ 2-3 മാസങ്ങള് സഹനങ്ങളുടെയും നോയമ്പിന്റെയും കാലങ്ങൾ കഴിഞ്ഞു. ഇനി 2 ദിവസം. ആ 2 ദിവസം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഈശോ നമ്മുടെ ഓരോരുത്തരുടെ ഭവനങ്ങളിൽ രാജാതിരാജൻ എഴുന്നള്ളി വരുന്ന സന്തോഷങ്ങളുടെ ദിവസമാണ്. ഇന്നൊരു പുതിയ ദിവസം തുടങ്ങുകയാണ്. പുതിയ വർഷം, പുതിയ മാസം എല്ലാം തുടങ്ങുകയാണ്. ഇനി നമ്മുടെ കർത്താവ് ഓരോ ഭവനങ്ങളിൽ, നമ്മുടെ കൃപാലയം ഭവനത്തിൽ സ്തുതിയും സ്തോത്രവും മഹത്വവും യാതൊരു മുൻവിധിയും കൂടാതെ അതിസങ്കീർണമായി പലർക്കും വേണ്ടി അത് നടക്കില്ലെന്ന് കരുതിയിരിക്കുന്ന പലരുടെയും കാര്യങ്ങളിൽ വിവാഹം, ജോലി, സാമ്പത്തിക തടസ്സം, രോഗം എല്ലാത്തിൽ നിന്നും അത് യേശു ഇടപെട്ട് ഇപ്പോൾ തന്നെ ഈ നിമിഷം യേശുപ്പൻ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അത് നടക്കത്തില്ലെന്ന് പലരും വിധി എഴുതിയിട്ടുണ്ട്. ഈ കുറെ ദിവസങ്ങളായി ദുഃഖങ്ങളിൽ തന്നെ കഴിഞ്ഞിരുന്ന കുറെ ദിവസങ്ങളുണ്ടായിരുന്നു. സന്തോഷം വന്നാൽ ഒന്ന് ചിരിക്കാൻ സാധിക്കത്തില്ല. ചെറിയൊരു കാര്യത്തിൽ പോലും ദുഃഖം മാത്രം, കണ്ണുനീര് മാത്രം. ഒന്നും ഇനി എനിക്കത് ചെയ്യാൻ പറ്റുകയില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാത്ത അവസ്ഥയിലായിരിക്കും നിങ്ങൾ എങ്കിൽ കർത്താവ് പറയുന്നു, ഈ നിമിഷം ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഇന്ന് പുതിയ ദിവസം തുടങ്ങുകയാണ്. ഇന്ന് നമ്മുടെ കർത്താവ് പറയുന്നു 2 ദിവസം. ആ 2 ദിവസത്തിൽ കർത്താവ് പറയുന്നു, ഈശോപ്പൻ ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇത് കേൾക്കുന്ന ഓരോരുത്തരും നിന്റെ വിഷയം എന്തു ആയിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നടക്കാത്ത കാര്യമായിരിക്കോട്ടെ, എന്ത് വിഷയമായാലും പരിശുദ്ധാത്മാവ് പറയുന്നു, ഈശോയുടെ നാമത്തിൽ ഇത് കേൾക്കുന്ന നിമിഷം തന്നെ പുതിയ ഒരു അത്ഭുതം, പുതിയ അടയാളം, പുതിയ കാര്യങ്ങൾ നടന്നിരിക്കും. അത് ഉറപ്പാണ്. കാരണം അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്ന നിമിഷം തന്നെ കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ ഭാവി എന്തായിരിക്കുന്നു, അത് കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. എങ്കിൽ കർത്താവ് ഇപ്പൊ പിടിച്ചോ, ഒരു നിമിഷം കൈ നീട്ടുക, നീട്ടുക. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ കൂടപ്പിറപ്പുകളെ, എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ കൃപാസനം ഭവനങ്ങളെ, ലോകം മുഴുവൻ്റെ മേലും എൻ്റെ പ്രാർത്ഥന ആരൊക്കെ എപ്പോഴൊക്കെ കേൾക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ സഹായം ചോദിച്ചു വിളിക്കുന്ന ഓരോ സഹോദരങ്ങൾക്കുമായി ഇന്ന് കർത്താവ് തരുന്നു, നമ്മുടെ യേശുപ്പൻ തരുന്നു. കൈ നീട്ടി ഇത് സ്വീകരിക്കുക. വെളിപാട് 7:3, ദാവീദിന്റെ താക്കോൽ. അതെ, ദാവീദിന്റെ താക്കോൽ നമുക്ക് തരുവാണ്. ആ താക്കോൽ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും കടബാധ്യതകളും എല്ലാം ഈ നിമിഷം യേശുപ്പൻ നമ്മുടെ കൂടെ വന്ന് നമ്മളത് തുറക്കുന്നു. അത് അനുഭവിക്കുക. ആ സന്തോഷം നമ്മൾ അനുഭവിക്കുക. യേശുപ്പൻ നമ്മുടെ ഭവനത്തിൽ വന്നതിന്റെ സന്തോഷം അനുഭവിക്കുക. പരിശുദ്ധാത്മാവിന്റെ കൃപ, പരിശുദ്ധാത്മാവ് നിറയുന്നു. ഓരോ ഭവനങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയുന്നു. ആ താക്കോൽ, ദാവീദിന്റെ താക്കോൽ സ്വീകരിച്ചത് ആരൊക്കെയാണോ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടും. അതാരൊക്കെയാണോ അത് കയ്യിൽ ഏറ്റുവാങ്ങിയത് അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടും. വെളിപാട് 7:3. ഇന്നത്തെ ദിവസം പുതിയ ദിവസമാണ്. നമ്മൾ ആ താക്കോൽ ഉപയോഗിച്ച് നമ്മുടെ കർത്താവിന്റെ ഭവനത്തിൽ നമ്മൾ കയറുകയാണ്. എല്ലാവരും അത് സ്വീകരിച്ച്, എല്ലാവരും അനുഗ്രഹം സ്വീകരിക്കുക. തല താഴ്ത്തി തല കുനിച്ച് യേശുവിന് ആമേൻ പറയുക. യേശുവിന് ആമേൻ പറയുക. ആ സ്വീകരിച്ച് സന്തോഷത്തോടെ യേശുവിന്റെ മുമ്പിൽ മുട്ടുമേൽ നിന്ന് കൈ ഉയർത്തി ഒരു നന്ദി പറയുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ സ്തുതിയായിരിക്കണമേ. ആമേൻ. യേശു പുതിയൊരു ദിവസം തന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനിയുള്ള ദിവസം അവിടുത്തെ ഉള്ളങ്കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നു തമ്പുരാനെ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാം എൻ്റെ യേശു തമ്പുരാനാണപ്പാ. അങ്ങില്ലെങ്കിൽ ഞങ്ങളില്ല തമ്പുരാനെ. അങ്ങയുടെ കൃപയാലാണ് കൃപാലയം ഭവനം നടക്കുന്നത്. അങ്ങയുടെ കൃപയാലാണപ്പാ ഞങ്ങൾ ഓരോരുത്തരും. അപ്പൊ പുതിയ എത്ര സാക്ഷ്യങ്ങളാണപ്പാ നമുക്ക് വരുന്നത്. എത്ര സാക്ഷ്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളം. മരിച്ച ലാസറിനെ ഉയർത്തിയ പോലല്ലേ കർത്താവെ ആ ജോയിച്ചനങ്ങളും അങ്ങ് ഉയർത്തിയത്. അപ്പൊ എത്ര പേർക്കാണപ്പാ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് സാധിച്ചു കൊടുക്കുന്നത്. എങ്കിൽ ഇന്നു മുതൽ വെളിപാട് 7:3 എല്ലാവരും വായിക്കുക, എല്ലാവരും അനുഗ്രഹം പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ പുതിയൊരു ദിവസം അങ്ങ് നൽകിയതിനോർത്ത് നന്ദി പറയുന്നു.